ഇങ്ങനെയൊക്കെ ഒന്ന് ഇവിടാന്നും പറഞ്ഞിട്ട് അപ്പൊ നമ്മള് പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖബറൊക്കെ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇറങ്ങുകയാണ്. ഇനി നേരെ മുബിനത്തടുത്ത് പോകണം, താത്തീനെയും കൊച്ചുങ്ങളെയും വിളിക്കണം. എന്നിട്ട് നേരെ നമുക്ക് അക്ഷയയിൽ ഒന്ന് അല്ലുവിനെ വിളിക്കണം. ഓളവിടെ ജോലിയിലാണ്, എന്താ ഇറങ്ങുമെന്ന് അറിയത്തില്ല, നമുക്ക് വിളിച്ചു നോക്കാം, എന്തായാലും ഇറക്കാം. അത് പിന്നെ വേറൊരു കാര്യം, അവരെയും വിളിച്ച് ഉമ്മാനെ എടുത്ത് നമുക്ക് ഇന്നൊരു ചെറിയ പരിപാടി ഉണ്ട്, അപ്പം പോയി കാണാം. സോ ഗൈസ് നമ്മളങ്ങനെ താത്തിന്റെ അടുത്ത് എത്തി. ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ സൈഡിൽ കാണിക്കാം. നമ്മുടെ ഉമ്മായി എത്തിയിട്ടുണ്ട്, അമീനുണ്ട്, നമ്മുടെ പാത്തുമ്പോട്ടുണ്ട്, നമ്മുടെ മുബീന താത്തി ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത രണ്ടുപേരെയും കൂടെ വിളിക്കാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എന്തുവാണ് ഇത്ര താമസം എന്നും പറഞ്ഞ് ഇത്രയും താമസം ഉണ്ടോ? ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് കൊൽത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം. ഞാനുണ്ട്, നൗഫലിക്കുണ്ട്, അസീര കുട്ടിമ്മ ഉണ്ട്, ഉമ്മിയുണ്ട്, അലീന കുഞ്ഞുണ്ട്, അവിടെ ഇത്രയും പേരാണ് പോകുന്നത്. നമ്മള് കൊളുത്തുപുഴയില് ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് എത്തിയിട്ടുള്ളത്. കുടുങ്ങി. ഞാൻ പറഞ്ഞത് അപ്പുറത്താന്ന്, ഞാൻ പറഞ്ഞത് അപ്പുറത്താ, അതുവഴിയാ കയറുന്നതെന്ന്. ആണ്ട ഈ വരുന്ന ടീമുകളാണ് ഇവിടെ ആന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, ആളെ നടത്തി നശിപ്പിച്ചത്. എന്തുവാടെ, നമ്മളെ ചതിച്ചല്ലേ പാത്തുമ്മ? നമ്മളവിടെ നെല്ലി ആദ്യമേ പറഞ്ഞ നേരം ഇവരല്ലേ പറഞ്ഞ ഇവിടെ ആന്ന്. നമ്മളെ ചതിച്ച് നടത്തിച്ച് കളഞ്ഞു. ഇനി അങ്ങോട്ട് നടക്കേണ്ടി വരും. അങ്ങനെ ഇതാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട്. അതെ, ഇതാണ് ഇതിന്റെ റേറ്റ് കേട്ടോ. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തു, നമുക്ക് ടോട്ടല് 275 ആയി. നമുക്കിതിന്റെ ഫുൾ മാപ്പ് ഒന്ന് കാണാം. ഇത് അത് നേരെ അപ്പുറത്താടെ എക്സിറ്റ് വരുന്നത്. ഇവിടുന്ന് നമ്മൾ തുടങ്ങിയേക്കുന്നത്, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ കീറിക്കിറങ്ങി ഇങ്ങനെ പോകണം. കിലോമീറ്റർ കുറെ ഹിസ്റ്ററികളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എടക്കൽ കേവില്ലേ? ഇതൊക്കെ ഏതോ മഹാമാരാണ്. ആണ്ട കേരളത്തിന്റെ ഫുൾ മാപ്പ് മുതലാണ് കേട്ടോ. വർത്താണ് നമ്മുടെ കൊള്ളാം. എന്തായാലും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതൊരു വർത്താണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ളത് തന്നെയാണ്. ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഫ്രൂട്ട്സ് നമ്മുടെ കുറ്റിപ്പട്ടൊക്കെ ഉണ്ട്, വാള്, വടവാള്, വടച്ചട്ട, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇത് മറ്റേ സാധനം വീശി അടിക്കുന്ന സാധനം. എങ്ങനെടാ? ആ കുറെ ഉണ്ട്. വയനാട്, തേക്കോട്, അങ്ങനെ ഇവിടെ ഫുള്ള് ജില്ലയാണ് കേട്ടോ ഇവിടെ റൗണ്ട് ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ പടച്ചട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, തെയ്യത്തിൻ്റെ ഒക്കെ. ഇനിയാണ് സെറ്റപ്പ്. നമ്മുടെ ഗ്രീനറീൻ്റെ പെർസെൻറ്റേജസ് ആണ് ഇതെല്ലാം. അതുപോലെ അടിപൊളി ലാൻഡ് ഹൗസ്. സെറ്റപ്പ് ആട്ടോ ഇത്, അടിപൊളി. നേരിട്ട് വന്ന് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തു. ഇതിൻ്റെ അകത്തൂടെ എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഉടുമ്പൊക്കെ നെറ്റി നോക്കുന്നു, ഉടുമ്പ്. അതുപോലെ തന്നെ കോഴി, ആ കടുവയുണ്ട് കേട്ടോ, കടുവ. ഇങ്ങനെയൊക്കെ ഒന്ന് നേർക്ക് നേരെ എന്നിട്ട് ഓടാ. മൂക്കി കൈയിട്ട് വെച്ചാലോ. അടിപൊളിയാണ് കേട്ടോ. ഓ യാ ഹുദാ, ഇതൊക്കെ കണ്ട ഒരു രക്ഷയില്ലല്ലേ. അതുപോലെ തന്നെ വാഴയുണ്ട്. എന്തുവാടെ ചക്കയും മാങ്ങയൊക്കെ. ഉമ്മച്ചിക്ക് എന്തോ പറയാനുള്ള അമ്മ?
ചക്ക അടുത്ത് വീട്ടിൽ കൊണ്ടുപോയില്ല കറിയൊക്കെ. തേനീച്ച കൂടൊക്കെ ഉണ്ട്. വേണ്ടേ കപ്പല് അടിപൊളിയാണത്. മാമ മഴ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ശരിക്കും ഇത് ഒരു തവണ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. ഉറപ്പായിട്ടും വരിക. ഫോറസ്റ്റ് ഇത് നമ്മുടെ സിംഹവാലം കുരങ്ങ് ആന്ന് തോന്നുന്നു. കണ്ടില്ലേ ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാം, അടുത്തടുത്തോട്ട് പോകാം. അവിടുന്ന് നമ്മൾ അടുത്തടുത്തോട്ടെത്തി. ഓ ഇത് വാട്ടറിൻ്റെ ആണ്, നമ്മുടെ ജലസംഭരണിൻ്റെ ഒക്കെ. അത് കൊള്ളാമല്ലേ. എൻ്റെ മൂന്ന് രക്ഷയില്ല കേട്ടോ. ഇത് കപ്പല് ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തുവാ ആ ആദ്യമേ റൗണ്ട് ചെയ്തൊന്ന് എടുത്ത് കാണിക്കട്ടെ. ഇതൊക്കെ ആരാണോ എന്ത് വിളിച്ചിരിക്കുന്നത് അടിച്ചു വന്ന് മരത്തി ഒട്ടിച്ചു വെച്ചേക്കുന്നു. കപ്പല്, വഞ്ചി, കൊട്ട, വെള്ളം. വരുന്നടാ വേണ്ടേ പരുന്ത്. പരുന്ത് വെള്ളം റാഞ്ചിന്ന് മീൻ റാഞ്ചാൻ നിൽക്കുന്നു. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഇത് ഈ സെക്ഷനൊക്കെ നല്ല അടിപൊളിയാണ്. വല, നമ്മുടെ മീൻ പിടിക്കുന്ന സാധനം. ഇത് മറ്റേ ഇല്ല കൊട്ടയോ വട്ടയോ അങ്ങനെ കണ്ട സാധനം. ഇത് വഞ്ചി അങ്ങനെ നല്ല നാമ ഇതുമുണ്ട്. കടൽപ്പാമ്പ്. അപ്പം അടുത്തതായിട്ട് മെയിൻ നമ്മളെന്ത് ചെയ്യും, ഇതിവിടെ പുലിയും കുറുക്കനൊക്കെ വരും. ഇത് കണ്ടില്ലേ, ഞാനൊക്കെ വന്ന അതിൻ്റെ അകത്ത്.